ഇത് കലിത്തുള്ളി നിൽക്കുന്ന ഇറാനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാൻ തൊടുത്തുവിടുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. അവിടെ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, 500 പേർക്ക് പരിക്കേൽക്കുന്നു. അതുപോലെ തന്നെ GCC രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. ഇപ്പം ഒമാനിലേക്ക് എണ്ണ ടാങ്കറുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ മേലിലേക്ക് ഇറാൻ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. നോക്കുകയാണെങ്കിൽ ഒരു കനത്ത തിരിച്ചടി, അതായത് നമ്മുടെ ഈ ഒരു ഖമേനി മരണപ്പെട്ടതിന് ശേഷം വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. തുടരെയുള്ള ആക്രമണങ്ങൾ GCC രാജ്യങ്ങൾക്കും പശ്ചിമേഷ്യയിലൊക്കെ വലിയ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ പ്രവാസികളായിട്ടുള്ള മലയാളികളുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ഗൾഫ് രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള ആക്രമണം യാതൊരു ദാക്ഷിണ്യമില്ലാതെ ഇനി എന്ത് വന്നാലും ശരി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇനി ഞങ്ങൾക്കൊന്നും നോക്കാനില്ല എന്നുള്ള രീതിയിലാണ് ഇറാന്റെ ആക്രമണം തുടരെ നടക്കുന്നത്. അപ്പം മാത്രമല്ല, ഈ ഇസ്രായേലിലേക്ക് ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടോ? മാത്രമല്ല, എണ്ണ ടാങ്കറുകളിലേക്കൊക്കെ നടത്തുന്ന ഈ ഒരു ആക്രമണം സമ്പദ് വ്യവസ്ഥയും പിടിച്ചുലയ്ക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. എന്താണ് ഈ ഒരു നീക്കം? ഉടനടി ഒരു അവസാനം ഇതിന് കാണുമോ? ഇതുവരെ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ഒരു കോളും എവിടെ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി പറയേണ്ടത്. അതായത് ഇറാൻ അവരുടെ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. അതിന് അവരുടേതായ ന്യായീകരണമുണ്ട്. കാരണം ആയത്തുള്ള അലി ഖാംനെയി എന്ന അവരുടെ ഏറ്റവും പരമപ്രധാനമായ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടിരിക്കുന്നു. അവരുടെ സൈനിക കമാൻഡർമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒപ്പം ആയത്തുള്ള അലി ഖാംനെയിയുടെ ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 6ഓളം ഏറ്റവും പരമപ്രധാനമായ തസ്തികയിലുള്ള ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതോടുകൂടി ഇറാൻ തകർന്നു, ഇറാൻ കഴിഞ്ഞു, ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകും എന്നൊക്കെ കരുതിയിരുന്ന അമേരിക്കയെയും ഇസ്രായേലിനെയും പാശ്ചാത്യ മാധ്യമങ്ങളെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഈ തസ്തികയിലുള്ളവരെ, പുതിയ ആളുകളെ മുഴുവൻ നിയോഗിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ രണ്ടാം വരവ് അല്ലെങ്കിൽ ഞങ്ങളുടെ തിരിച്ചുവരവ് വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഇത്രയും ആളുകൾ, തന്ത്രപ്രധാനമായ പദവിയിലിരിക്കുന്ന ഇത്രയും ആളുകൾ ഒന്നിച്ചു കൊല്ലപ്പെട്ടാൽ ഇറാൻ്റെ ഭരണം അസ്ഥിരപ്പെടുത്താൻ കഴിയുമെന്നും ഇറാനെ അതിലൂടെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നും അവിടെ ഒരു ഭരണമാറ്റവും ആഭ്യന്തര കലാപവും ഉണ്ടാക്കാൻ കഴിയുമെന്നും ഒക്കെ ആയിരിക്കണം അമേരിക്കയും ഇസ്രായേലും കരുതിയിരുന്നത്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ പിഴയ്ക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മരണം സ്ഥിരീകരിച്ച് അധികം വൈകാതെ തന്നെ മുഴുവൻ തസ്തികകളിലേക്കും പുതിയ ആളുകളെ നിയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായതായി ഇറാൻ പ്രഖ്യാപിക്കുന്നു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നവർ പ്രഖ്യാപിക്കുന്നു. ചില പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഇറാനിൽ ആഘോഷം തുടങ്ങി ജനങ്ങളെന്ന് പറഞ്ഞിട്ട് വളരെ പരിമിതമായ ചില ആളുകൾ നൃത്തം വയ്ക്കുകയും ഡാൻസ് കളിക്കുകയും അല്ലെങ്കിൽ മറ്റ് മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ അതിൽ പലതും പഴയ ദൃശ്യങ്ങളാണ്. പണ്ടവിടെ ആഭ്യന്തര കലാപം ഉണ്ടായ സമയത്തുള്ള ചില പഴയ ദൃശ്യങ്ങൾ വെച്ചിട്ടാണ് പലരും അത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത്. ഇനി പുതിയ ദൃശ്യങ്ങളാണെങ്കിൽ തന്നെ അതിൽ വളരെ പരിമിതമായ ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നോക്കുക, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളെന്ന് പറയുന്നത് ഇറാനിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ 31 പ്രവിശ്യകളിലും ആയത്തുള്ള അലി ഖാംനെയിയുടെ മരണത്തിന് ശേഷം തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ്. അത് തെരുവിലിറങ്ങുന്നത് ആയത്തുള്ള അലി ഖാംനെയിയോടുള്ള സ്നേഹവും ബഹുമാനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അതിനപ്പുറം ഇസ്രായേലിന് നേരെ കനത്ത തിരിച്ചടി കൊടുക്കണമെന്നാണ് ഇവർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും പരമാധികാരവും ഒക്കെ തകർക്കുന്ന വിധത്തിലേക്ക് പാശ്ചാത്യ ശക്തികൾ അഴിഞ്ഞാടുമ്പോൾ നമ്മൾ ഒരിക്കലും വഴിപ്പെട്ടു പോകരുത്. അതിന് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് രാജ്യത്തിൻ്റെ പരമാധികാരവും ആത്മാഭിമാനവും തിരിച്ചു പിടിക്കണം. രാജ്യം ശക്തമായി തന്നെ പാശ്ചാത്യ ശക്തികളോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തിരിച്ചടിക്കണം. ആയത്തുള്ള അലി ഖാംനെയിയുടെ രക്തസാക്ഷിത്വം അത് തങ്ങൾക്ക് പ്രചോദനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ആ കാഴ്ച ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പാശ്ചാത്യ ലോകത്തിനുമൊക്കെയുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്, തിരിച്ചടിയാണ്. കാരണം ഈ ജനങ്ങളെ അതിജീവിച്ച് വേണം അവിടെ ഇനി അമേരിക്കയ്ക്ക് പുതിയൊരു ഭരണകൂടത്തെ ഉണ്ടാക്കാൻ. അമേരിക്കയുടെ ലക്ഷ്യം അവിടെ ഭരണം പിടിക്കുക എന്നതാണ്, പുതിയ ഭരണകൂടം ഉണ്ടാക്കുക, ഇപ്പോഴത്തെ ഭരണത്തെ അട്ടിമറിക്കുക എന്നതാണ് എന്നാണ് IRGC നേരത്തെ തന്നെ കണ്ടെത്തിയത്. അമേരിക്കയുടെ പദ്ധതികൾ അങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് 2 തവണ ശ്രമിച്ചു, അത് രണ്ടും പാളിപ്പോയി. അവസാന ശ്രമത്തിലാണ് ആയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെടുന്നത്. അപ്പോൾ ആയത്തുള്ള അലി ഖാംനെയി മാപ്പ് പറഞ്ഞ് അമേരിക്കയോട് വഴിപ്പെട്ട് രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും പോരാട്ടവീര്യവും പരമാധികാരവും കളഞ്ഞുകുളിച്ച് ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നുവെങ്കിൽ ആയത്തുള്ള അലി ഖാംനെയി ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. അപ്പോൾ സ്വന്തം ജീവനേക്കാൾ വലുതാണ് സ്വന്തം രാജ്യത്തിൻ്റെ ആത്മാഭിമാനമെന്നും പരമാധികാരമെന്നും
പരമാധികാരമെന്നും ചിന്തിച്ചിടത്താണ് ആയത്തുള്ള അലി ഖാംനെയ്ക്ക് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നത്. അതിന് രക്തസാക്ഷിത്വമായി തന്നെയാണ് ഇറാൻ കാണുന്നത്. അതുകൊണ്ട് ആയത്തുള്ള അലി ഖാംനെയുടെ പോരാട്ട വീര്യം നെഞ്ചേറ്റി നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഇറാനിയൻ ജനതയെ അടിച്ചമർത്തി അവിടെ പുതിയൊരു ഭരണകൂടം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഏറെക്കുറെ വ്യക്തമാവുകയാണ്. അതിന് അമേരിക്ക ഇക്കണ്ട പാടൊന്നും പെട്ടാൽ പോരാ, ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമെന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പുതിയ ഭരണകൂടം എല്ലാ അർത്ഥത്തിലും പുതിയ ഒരു ഭരണകൂടം അവിടെ വന്നിരിക്കുന്നു. ഇതുവരെ തുടർന്നു പോകുന്ന കാര്യങ്ങൾ അതിനേക്കാൾ വീറോടും വാശിയോടും കൂടി ചെയ്യാൻ കഴിയുന്ന ഭരണാധികാരികൾ, തന്ത്രപ്രധാന നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആയത്തുള്ള അലി ഖാംനെയും ഉപദേശകനും പ്രതിരോധ മന്ത്രിയും ഒക്കെ കൊല്ലപ്പെട്ടു എന്ന് വെച്ച് എന്നതിലൂടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഉടൻ തന്നെ ഇറാൻ്റെ ഭരണം താഴെ വീഴും, ഇറാൻ അസ്ഥിരപ്പെട്ടു പോകുമെന്ന് കരുതിയ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കനത്ത തിരിച്ചടിയാണ് ഇറാൻ കൊടുക്കുന്നത്. എന്ന് മാത്രമല്ല, നിരന്തരമായ ആക്രമണങ്ങൾ ഇറാൻ അവരുടെ അടുത്ത ഘട്ടത്തിലേക്ക് തീവ്രത കൂട്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിൽ കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഏറ്റവും ഒടുവിൽ ഒമാനിലെ എണ്ണ ടാങ്കർ വരെ ആക്രമിച്ചിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്നു. മധ്യപൂർവേഷ്യയിലും ഇസ്രായേലിലും ഒരേ സമയം ഇറാൻ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആദ്യം എല്ലാവരും കരുതിയത് ഇസ്രായേലിൽ ഒരു ആക്രമണവും ഉണ്ടായിട്ടില്ല, ഇസ്രായേലിൽ സമാധാനമാണ്, എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്നൊക്കെയാണ്. അതങ്ങനെയല്ല. ഇസ്രായേലിലെ സകല മാധ്യമങ്ങൾക്കും വിലക്കാണ്. അവിടുത്തെ ജനങ്ങളോട് ഒരൊറ്റ വീഡിയോയോ ചിത്രങ്ങളോ പോലും പുറത്തുവിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ചില ദൃശ്യങ്ങളും ഫോട്ടോസും പുറത്തു വന്നത് ഇസ്രായേലിലെ തകർന്നടിഞ്ഞ് കിടക്കുന്ന, ടെല്ലവീവിന് സമീപമൊക്കെ തകർന്നടിഞ്ഞ് കിടക്കുന്ന നിരവധി കെട്ടിടങ്ങളുടെ ഫോട്ടോകളൊക്കെ പുറത്തു വരുന്നത് AFP എന്ന് പറയുന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയിലൂടെയാണ്. അവർ സാറ്റലൈറ്റ് ദൃശ്യങ്ങളോ മറ്റോ എടുത്തിട്ടാണ് ഇത് പുറത്തുവിടുന്നത്. അല്ലാതെ ഇസ്രായേലിലുള്ള ആളുകൾക്ക് ഒന്നും പ്രതികരിക്കാനുള്ള അവകാശമില്ല. ഇപ്പോൾ അവർക്ക് ഒരു തരത്തിലും ഒരു ചിത്രങ്ങളും പുറത്തുവിടാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന പരിമിതമായ വിവരങ്ങളനുസരിച്ച് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ടെല്ലവീവിൽ മിസൈൽ ആക്രമണത്തിൽ. അതുപോലെ തന്നെ 500-ലധികം പേർക്ക് പരിക്കേറ്റതായും കണക്കുകൾ വരുന്നുണ്ട്. അതായത് ഇറാനിൽ ഇസ്രായേലിൻ്റെ ആദ്യഘട്ട ആക്രമണത്തിൽ 700-ലധികം പേർക്കാണ് പരിക്കേറ്റതെങ്കിൽ ഏതാണ്ട് സമാനമായ നിലയിൽ തന്നെ 500-ലധികം ആളുകളെ പരിക്കേൽപ്പിക്കുന്ന വിധത്തിലുള്ള മാരകമായ ആക്രമണം ഇസ്രായേലിന് നേരെ ഇറാനും നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ഒരു വലിയ യുദ്ധത്തിലേക്ക്, ഒരു ഫുൾ സ്വിങ്ങിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു. ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്കയും ഇസ്രായേലും പറയുന്നു. ഗൾഫ് രാജ്യങ്ങൾ അപലപിക്കുന്നതല്ലാതെ, അല്ലെങ്കിൽ ഈ ആക്രമണം നിർത്തണമെന്ന് വാക്കാൽ പറയുന്നതല്ലാതെ ഇതുവരെയും ഈ യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും ഒരു ചർച്ചയും എവിടെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. അതുപോലെ തന്നെ ഖമേനി ഭരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് യുദ്ധം തുടങ്ങുന്നത് നിങ്ങളാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നുള്ള ആ ഒരു വാക്ക്, അത് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ വീണ്ടും ഒരു കടുത്ത ആക്രമണം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ പലയിടങ്ങളിലും ഇപ്പോൾ എന്താ പറയുക, ഈ വിമാനത്താവളങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആക്രമണം നടക്കുമ്പോൾ നമ്മളുടെ മലയാളികളൊക്കെ സുരക്ഷിതരാണോ? നമുക്ക് ഒരിക്കലും ഈ പറയുന്ന മലയാളികൾ സുരക്ഷിതരാണെന്ന് പരിപൂർണമായി പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ യുദ്ധ സാഹചര്യം, അല്ലെങ്കിൽ യുദ്ധം കുറെ കൂടി കടുപ്പിക്കുന്ന വിധത്തിലേക്ക് ഇറാൻ തങ്ങളുടെ ആക്രമണങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇറാനും അതാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചതൊക്കെ പഴയ ആയുധങ്ങളാണ്, ഇനിയും ഒരുപാട് ആയുധങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കാനായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇനി പ്രയോഗിക്കാനുണ്ട്, ഉപയോഗിക്കാനുണ്ട്, അതിലേക്കൊക്കെ ഞങ്ങൾ കടക്കുന്നതേയുള്ളൂ. ഇതൊക്കെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിലാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. അതാണ് എല്ലാവരെയും ഭയചകിതരാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇറാൻ ആക്രമിച്ചപ്പോൾ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നില്ല, സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാത്രമാണ്, അറബ് രാജ്യങ്ങളിലെ കേന്ദ്രങ്ങളിലേക്ക് ആക്രമിച്ചത്. പക്ഷേ പിന്നീട് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ആക്രമണത്തിൻ്റെ തോത് കൂടി, ഫ്ലാറ്റുകളിലേക്കും ജനവാസ മേഖലകളിലേക്കുമൊക്കെ മിസൈലുകൾ എത്തുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ അപ്പോഴേക്കും ഇവാക്യുവേറ്റ് ചെയ്തിരുന്നു, മരണസംഖ്യ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇസ്രായേൽ നോക്കുക, ഒരു പിഞ്ചു പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ആക്രമണം നടത്തി 150-ലധികം വരുന്ന കൊച്ചു പെൺകുട്ടികളെ കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ ചെയ്തത്. അത്രയൊന്നും ഇറാൻ ചെയ്യുന്നില്ല. ഇറാൻ പക്ഷേ ഈ ജനവാസ മേഖലകൾക്കിടയിലൂടെയൊക്കെ ആക്രമണം നടത്തുന്നതിൻ്റെ ഉദ്ദേശം സമ്മർദ്ദം തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാൻ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന നിലയിൽ തന്നെയാണ് ഇറാൻ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുക, ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ തന്നെയാണ്. ഇസ്രായേലിനെ തീ വിഴുങ്ങുകയാണ്. ഇസ്രായേലിൻ്റെ അയൺ ഡോമും താഡും ആരോയും അടങ്ങുന്ന സംവിധാനങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനക്ഷമത മുഴുവനായി അവർ പ്രയോഗിച്ചിട്ടും ഇസ്രായേലിനുള്ളിലേക്ക് മിസൈലുകൾ വീഴുന്നുണ്ട്. ഇസ്രായേലിലെ പലയിടങ്ങളിലും വലിയ തോതിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് AFP എന്ന് പറയുന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ട ദൃശ്യങ്ങളിലൊക്കെ അത് കാണാൻ സാധിക്കും. പരിക്കുകൾ ഉണ്ടാകുന്നുണ്ട്, ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇറാനെ ആക്രമിച്ചിട്ട് വെറുതെ സുഖമായി ഇരിക്കാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന മറുപടി തന്നെയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ
ഈ ഭാഗത്ത് എപ്പോഴെങ്കിലും ഈ അമേരിക്ക പറയുന്നത് പോലുള്ള അതല്ലെങ്കിൽ അമേരിക്ക പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു ആണവായുധം ഇറാൻ പ്രയോഗിക്കാനും സാധ്യതയുണ്ട്? അല്ല, ഇതിൽ അമേരിക്കയാണ് പറയുന്നത് ഇസ്രായേലിൻ്റെ കയ്യിൽ ഇറാൻ്റെ പക്കൽ ആണവായുധമുണ്ട്, ആണവ ബോംബുകളുണ്ട് എന്നൊക്കെ പറയുന്നത് അമേരിക്ക തന്നെയാണ്. പക്ഷേ ഇവിടെ ഇറാൻ പ്രയോഗിക്കാൻ സാധ്യതയുള്ളത് ഹൈപ്പർസോണിക് സ്വഭാവത്തിലുള്ള സൂപ്പർസോണിക് സ്വഭാവത്തിലുള്ള കൂടിയ ഇനം മിസൈലുകൾ തന്നെയാണ്. ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഏത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടായാലും അതിന് വലിയ പരിമിതികളുണ്ട്. കാരണം 100ഉം 150ഉം 200ഉം മിസൈലുകൾ ഒന്നിച്ചാണ് ഇറാൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ പക്കലുള്ള മിസൈൽ ശേഖരമെന്ന് പറഞ്ഞാൽ അത് ഉടനെ ഒന്നും തീരുന്നതല്ല. ഇറാൻ അത് തദ്ദേശീയമായി ഉണ്ടാക്കി ഭൂഗർഭ സിറ്റികളിലൊക്കെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 100 മിസൈലുകളൊക്കെ ഒരേ സമയം അയച്ചാൽ ഏത് അയൺ ഡോം ആയാലും ഏത് ഈ പറയുന്ന ആരോ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും കുറച്ചൊക്കെ അകത്തേക്ക് പോകും. ആ പോകുന്ന മിസൈലുകളാണ് ഇപ്പോൾ വലിയ നാശനഷ്ടം ഉണ്ടാകുന്നത്. കാരണം പേലോഡ് കപ്പാസിറ്റി കൂടിയ മിസൈലുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രഹരശേഷി കൂടുതലായിരിക്കും. വലിയ നാശനഷ്ടങ്ങൾ, സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇനി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. കാരണം ആയത്തുള്ള അലി ഖാംനെയി എന്ന അവരുടെ പരമോന്നത നേതാവിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ്, പ്രതിരോധ മന്ത്രി തുടങ്ങി ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറി എന്തൊക്കെ കാണിക്കാമോ അതിൻ്റെ അങ്ങേയറ്റമാണ് ഇസ്രായേലും അമേരിക്കയും കാണിച്ചിരിക്കുന്നത്. അതും ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് ആലോചിക്കണം. 1ാം ഘട്ട ചർച്ച കഴിഞ്ഞു, 2ാം ഘട്ട ചർച്ച കഴിഞ്ഞു, 3ാം ഘട്ട ചർച്ച ജനീവയിൽ കഴിഞ്ഞിട്ട് അടുത്ത ചർച്ച വിയന്നയിൽ നടത്താം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അതിന് പിന്നിലൂടെ വന്നിട്ട് ഒരു ആക്രമണം. അതായത് നമ്മൾ നേർക്ക് നേർ അടിക്കുക എന്നുള്ള ഒരു പ്രയോഗമല്ല ഇവിടെ നടന്നിരിക്കുന്നത്, പിന്നിലൂടെയുള്ള ചതിപ്രയോഗമാണ് നടന്നിരിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചതിയിലൂടെയാണ് ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ട്രംപിന് പറയാമായിരുന്നു 3ാമത്തെ ചർച്ച പരാജയപ്പെട്ടു, ഇനി ഞങ്ങൾ ആക്രമിക്കുകയാണ്, ഇനി ചർച്ചയില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ 3ാമത്തെ ചർച്ച കഴിഞ്ഞിട്ട് വിയന്നയിൽ അടുത്ത ചർച്ചയിൽ എല്ലാം തീരുമാനമാക്കാം, നമുക്ക് ഒന്നിച്ചിരിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഒരു വലിയ ആക്രമണം നടത്തുക എന്നുള്ളത് അതൊരു ചതിയാണ്, ഈ പറയുന്ന മാന്യതയില്ലായ്മയാണ്. അതാണ് ഇറാനോട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് ഇറാനെ ഏതെങ്കിലും ചതിപ്രയോഗങ്ങൾ നടത്തിയിട്ടായാലും വീഴ്ത്തിയില്ലെങ്കിൽ ഇറാൻ ഒരു വലിയ ശക്തിയാകും, അത് തങ്ങൾക്ക് വലിയ ഭീഷണിയാകും എന്ന നിലയിൽ തന്നെയാണ് അമേരിക്ക ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെ വലിയ തോതിലുള്ള സമ്മർദ്ദം അമേരിക്ക പിന്നിലുണ്ട്. ഇസ്രായേലാണ് അമേരിക്കയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. പക്ഷേ അമേരിക്ക ഇതൊക്കെ ചെയ്താലും, ഇതിലൊക്കെ യുദ്ധത്തിലൊക്കെ വലിയ പിന്തുണ കൊടുത്താലും, എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാലും അമേരിക്ക സേഫാണ്. കാരണം അമേരിക്കയിലേക്ക് ഇറാൻ മിസൈലുകൾ അയക്കാനുള്ള ഒരു സാധ്യതയുമില്ല, അത്രയും ദൂരത്തിലാണ് അമേരിക്കയുള്ളത്. പക്ഷേ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ലക്ഷ്യം വയ്ക്കുന്നു. പക്ഷേ ആ സൈനിക കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട ആയുധങ്ങളും മറ്റ് സാമഗ്രികളും ഒക്കെ ഇസ്രായേലിലെ ബെൻഗുരിയൻ എയർപോർട്ടിലേക്ക് നേരത്തെ തന്നെ അമേരിക്ക മാറ്റിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന 40,000-40,000 വരുന്ന സൈനികരെ നേരത്തെ തന്നെ കുവൈറ്റിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെ ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അത്തരത്തിലുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ തോത് കുറവായിരിക്കും. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു രൂപവുമില്ല. ഓരോ മണിക്കൂറിലും കൂടുതൽ പ്രദേശങ്ങൾ അഗ്നിക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധത്തിൽ, പ്രത്യേകിച്ച് ഇസ്രായേലിന് വലിയ പേടി ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നാക്രമണങ്ങൾ നടക്കുകയാണ്. ഇസ്രായേലിനുള്ളിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇസ്രായേലിനുള്ളിലും ആളുകൾക്ക് വ്യാപകമായി പരിക്കേൽക്കുന്നുണ്ട്, ഇസ്രായേലിനുള്ളിലും ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഘടനയും തകർക്കുന്ന വിധത്തിലേക്ക് ഈ യുദ്ധം മാറും. അമേരിക്ക സേഫാണ്. അമേരിക്ക എന്ന രാജ്യത്തൊരു കുഴപ്പവുമില്ല. അവരുടെ ചില ഈ പറയുന്ന വിനോദസഞ്ചാരികളൊക്കെ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, അവർ കുടുങ്ങിക്കിടക്കുകയാണ്, അവർക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിലേക്ക് നേരിട്ട് ആക്രമണം ഉണ്ടാകുന്നു, ഗൾഫ് രാജ്യങ്ങളിലേക്ക് മുഴുവനായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ എണ്ണയുടെ കയറ്റിറക്കുമതികളൊന്നും നടക്കാത്ത സാഹചര്യം വരും. ഏഷ്യയെ മൊത്തത്തിൽ അത് ബാധിക്കും, ഇന്ത്യയെ ശക്തമായി ബാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു രീതിയൊക്കെ മാറി ലോകം വലിയ പ്രതിസന്ധിയിലേക്കും ആശങ്കയിലേക്കും ഒക്കെ പോകും. എന്തായാലും ഇറാൻ തങ്ങളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽപ്പിച്ച ഇസ്രായേലിനെയും അമേരിക്കയും അതിഭീകരമായി തന്നെ തിരിച്ചടിക്കുകയാണ്, അതിശക്തമായി തന്നെ തിരിച്ചടിക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പ്രതീക്ഷിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള തകർച്ച ഇറാൻ ഉണ്ടാകുന്നില്ല. ഇറാൻ മുന്നോട്ട് കുതിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അവസാനം വരെ പോരാടും എന്ന രീതിയിലേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരികയാണ്.